ഒരുപക്ഷെ ഈ ലോക ജീവിതത്തിൽ വേദനിക്കാത്തവർ കുറവാണ്. മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ മുറിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്തൊക്കെ ഒരുപക്ഷെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, പ്രതികാരം എനിക്ക് ചെയ്യണം. ഒരുപക്ഷെ വളരെ വേദനിപ്പിച്ച് നിങ്ങളെ ചതിച്ച് നമ്മളെ തകർത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകും. ചതിച്ചും ക്രൂരമായി വേദനിപ്പിച്ചും എത്ര എത്ര വ്യക്തികൾ ഒരുപക്ഷെ സന്തോഷിച്ചിരിക്കും. ആ മുറിവിൻ്റെ വേദന ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കും. ആക്ഷേപത്തിൻ്റെ, അപസ്വരത്തിൻ്റെ, വഞ്ചനയുടെ ആ സുഖം അവർ അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ അതിനിരയായവർ വളരെ വേദനിച്ചിട്ടുണ്ടാകും. ആ സമയത്തൊക്കെ പ്രതികാരം ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നിരിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചവരെ ഒന്നും ചെയ്യരുത്. പ്രതികാരം ഒന്നിനും ഇടയായി തീരുകയുമരുത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പ്രണയനൈരാശ്യമാണോ മറ്റേതെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഒരു 23 വയസ്സുകാരൻ മൃഗീയമായി തൻ്റെ മാതാവിനെയും മുത്തച്ഛിയെയും താൻ സ്നേഹിച്ച പെൺകുട്ടിയെയും തൻ്റെ ബന്ധുവിൽ ചിലരെയും അടിച്ച് തലയ്ക്കടിച്ച് കൊല്ലുവാനിടയായി. പക്ഷെ അതിൻ്റെ വേദന നമ്മുടെ കേരളം മുഴുവൻ തേങ്ങലോടെയാണ് കാണുവാനിടയായത്. ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടായത്? ആർക്കാണ് സമാധാനമുണ്ടായത്? ഇതുപോലെയാണ് നാം പ്രതികാരം ചെയ്യുവാൻ ഇറങ്ങിയാൽ. അതുകൊണ്ട് ചതിച്ചവർക്ക്, വേദനിപ്പിച്ചവർക്ക്, കുറ്റപ്പെടുത്തിയവർക്ക് പ്രതികാരം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയണം. കടലിലേക്ക്, കുളത്തിലേക്ക് എറിയുന്ന ഒരു കല്ല്, അതിലുണ്ടാക്കുന്ന തിരമാലകൾ ഒരുപക്ഷെ പലതായിരിക്കാം. ആ തിരമാല പോയതിന് ശേഷം മറ്റൊരു തിരമാല അതിന് പുറകാലെ മറ്റൊരു കാരണത്താൽ വന്നു നിന്നിരിക്കാം. പക്ഷെ അങ്ങനെ ആ ഓളങ്ങൾ, ആ തിരമാലകൾ മാറിപ്പോകുമ്പോൾ ആ കല്ല് ആ കടലിൻ്റെ ആഴത്തിലേക്ക് താഴുകയാണ്, ആ കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് മാറുകയാണ്. അതൊരിക്കലും അവിടെ നിന്ന് മാറുന്നില്ല. ഓളം നിന്നാലും ആ താഴേക്ക് പോയ കല്ല് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കും, അലിയാതെ, പൊടിയാതെ. ഇതുപോലെയാണ് നമ്മൾ പുറത്താലും വിട്ടുകളഞ്ഞാലും ആ ദാരുണമായ വേദനയുണ്ടാക്കിയ കാരണങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറുകയില്ല. അത് സ്വാഭാവികമാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ പ്രതികാരത്തിന് വേണ്ടി പ്രതികരിക്കരുത്. രക്തദാഹിയായി തീരരുത്. നിങ്ങൾ അത് മറന്നു കളഞ്ഞേക്കൂ, അത് വിട്ടുകളയൂ. നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം കുറച്ചു കഴിയുമ്പോൾ ഉണ്ടാകും. ആര് നിങ്ങളിലുള്ള വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചാലും ആ തിരിക്കകത്ത്
എണ്ണ പകർന്ന് അത് കരിന്തിരിയായി മാറാതെ അതിനെ ശോഭിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമുക്ക് മുറിച്ചു നടുന്ന ചെടികളായി മാറാം. അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ ആ നല്ല ചെടികൾക്ക് വളവും വെള്ളവും കൊടുത്ത് വളർത്തുന്നത് പോലെ നമുക്കും നല്ല സ്വഭാവങ്ങൾ വളവും വെള്ളവും കൊടുത്ത് വളർത്താം. പക്ഷെ ഒരു കാര്യം, നമ്മുടെ അഡ്രസ്സ് എഴുതി ആരോ അയക്കുന്ന കത്തുപോലെ ഈ ചതിയുടെയും വേദനയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും തകർത്ത് കളഞ്ഞതിൻ്റെയും ഒക്കെ മറുപടി ആ കത്ത് ചെല്ലുന്നത് പോലെ അവരിലേക്ക് തന്നെ ഒരിക്കൽ ചെല്ലും. അതാണ് ദൈവം, അതാണ് ലോകം, അതാണ് കാലം. അതുകൊണ്ട് ഭയപ്പെടാതെ, വേദനിക്കാതെ ജീവിതം മുൻപോട്ട് പോകേണ്ടതിന് ഇനിയും കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് വിഷമിക്കാതെ ജീവിതത്തെ സുഗമമാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ചിട്ടപ്പെടുത്താം. കഴിഞ്ഞുപോയ ഓരോ സംഭവങ്ങളും ജീവിതത്തിൻ്റെ അധ്യായങ്ങളാണ്. അത് ചിലത് തിരുത്തുവാനും ചിലത് നമുക്ക് മുൻപോട്ടുള്ള ഭാവിയെ നിശ്ചയിക്കുന്നതിനും വേണ്ടിയാണ്, നിർണയിക്കേണ്ടതിനും വേണ്ടിയാണ്. അതുകൊണ്ട് തളർന്നു പോകാതെ, തകർന്നു പോകാതെ പ്രതികാര ചിന്തകളെ മാറ്റി ദൈവകരത്തിൽ ഏൽപ്പിക്കൂ. ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല. ഒരു ഭാഗത്ത് പറയുന്നു പ്രതികാരത്തിൻ്റെ ദൈവമാണ്. എന്നാൽ ആർക്കും പ്രതികാരം നമ്മൾ ആഗ്രഹിക്കാതെ, ദൈവമേ ആശ്വാസവും സമാധാനവും അവർക്ക് കൊടുക്കണമേ, നല്ല ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. എന്നെ വേദനിപ്പിച്ചതുപോലെ